ഇന്നിപ്പോൾ മഹിളാ മോർച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സൗജന്യ, അതായത് UDF പ്രഖ്യാപിച്ച സൗജന്യ KSRTCയിലെ യാത്ര അത് അനുവദിച്ചില്ല എന്ന പേരിലായിരുന്നു അവരുടെ പ്രതിഷേധം. സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതെ, അത് മെയ് 15 തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മെയ് 15 ഇന്ന് തൊട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കത്തില്ല എന്ന് പറഞ്ഞാണ് അവരുടെ സമരം. 3 ഇടത്തുണ്ടായിരുന്നു അല്ലേ? അതെ, കൊല്ലത്തും കോഴിക്കോട്ടും കാസർഗോട്ടും, അങ്ങനെ 3 ഇടത്തായിരുന്നു. 3 ഇടത്ത് ഉണ്ടായിരുന്നു. 3 ഇടത്താണ് സമരം നടന്നത്. എന്തായാലും ആ സമരത്തിൻ്റെ ഒരു യുക്തി ചോദ്യം ചെയ്യപ്പെട്ടു. VT ബൽറാം ഇത് കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റോ ചെയ്തിട്ടുണ്ട്. അത് സത്യത്തിൽ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഇതേ വാഗ്ദാനം ബംഗാളിലും ഉണ്ടായിരുന്നു. ഇന്ന് തൊട്ട് ബംഗാളി നടപ്പായി. ഓൾറെഡി തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാണ്. പിന്നെ ഇനി ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് വലിയ ഒരു ഗിറാമുട്ടിയാണ്. നിലവിൽ വലിയ നഷ്ടത്തിലേക്ക് KSRTC കൊണ്ടുവന്ന മാത്രമല്ല, നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താ? ഒരുപക്ഷെ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാലും അധിക നാള് ഈ ഒരു സൗജന്യ യാത്ര മുന്നോട്ട് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം നമ്മൾ അറിയാം KSRTC അതെന്താണെന്നറിയോ, സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് എടുപിടിന്ന് ചാടിക്കറി നടപ്പാക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ഒരു വാഗ്ദാനം നൽകിയെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ നാളെ ഇങ്ങോട്ട് ജയിച്ച് കയറുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിച്ച് ധരിച്ചു വശായിരിക്കുന്ന ആൾക്കാരെ നമ്മളെന്താ പറയുക? സ്വയം അപഹാസ്യരായ. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം രാഷ്ട്രീയ വനവാസത്തിന് പോവാണെന്ന് സതീശൻ പറഞ്ഞു. UDF വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. UDF ഭരണത്തിന് രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന VD സതീശനാണ് പറഞ്ഞത്. പറഞ്ഞപ്പോഴേക്ക് 2 പേര് വന്നിട്ട് പറയുകയാണ്. ഒന്ന് മന്ത്രി AK ശശീന്ദ്രനും കോന്നിയിലെ ജനീഷ് കുമാർ. നിങ്ങൾ ദാണ്ട ഇവിടെ വനം കിടക്കുന്നു, ഇവിടെ വന്ന് വനവാസം നടത്തിക്കൂ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നോ, ഇതെന്താണ് പരാമർശിച്ചത് അറിയാത്ത ഇവരെയൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിന് വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കിക്കൊണ്ട് അതാണ്ട് ദേട കിടക്കുന്ന വനം, മനോഹരമായ വനം, വന്ന് താമസിച്ചോളൂ എന്ന് പറയുന്നതൊക്കെ സത്യത്തിൽ എന്ത് ഊളത്തരമെന്നേ നമുക്ക് അതിനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലൊരു ഊളത്തരമാണ് ഇന്ന് കണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അതെ, കാരണം ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി ആരാണെന്ന് അറിയില്ല. ഇതിന് പ്രത്യേക ഓർഡർ വേണം, ചുമ്മാ പറ്റില്ല. ഇത് ഇങ്ങനൊരു സംഭവം വേണമെങ്കിൽ ഒരു ജിയോ ഉണ്ടാവണം. ആ ഒരു ജിയോ ഇതിൻ്റെ ബദൽ മാർഗം കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ ഒരു കാര്യം ഇപ്പം ജസ്റ്റ് ചിന്തിക്കുക, ഒരാൾ ഇന്ന് അങ്ങോട്ട് വന്ന് മന്ത്രി അങ്ങോട്ട് കയറി, ഗതാഗത മന്ത്രി കയറി, ഇന്ന് തൊട്ട് ഇവിടെ എല്ലാവർക്കും സൗജന്യ യാത്ര എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ഏതൊക്കെ ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളത് പഠിക്കണം. ഇനി അത് സൗജന്യ യാത്ര നൽകാനായിട്ട് മാത്രം ബസ്സുകൾ വേറെ ഇടണം, സ്ത്രീകൾക്ക് മാത്രം. പണ്ട് ലേഡീസ് ഓൺലി ബസ്സുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ചുരുക്കം പിങ്ക് ബസ്സുകൾ ഉണ്ട്. പണ്ട് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ലേഡീസ് ഓൺലി മാത്രം കോളേജുകളിലേക്ക് ബസ്സുണ്ട്. അത് പെൺകുട്ടികൾക്ക് പോകാൻ വേണ്ടി മാത്രം ഉള്ള ബസ്സുകളുണ്ട്. അന്ന് അല്ലാതെയും ബസ്സുകളുണ്ട് ലേഡീസ് ഓൺലി. ലേഡീസ് ഓൺലി എന്ന് പറയുമ്പോൾ അവർ പിന്നീടാണ് അത് നിർത്തലാക്കി. ഇപ്പം എനിക്ക് തോന്നുന്നില്ല, ഇപ്പം കുറവാണ്, പഴയതുപോലെ ചുരുക്കം. അതേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ദിവസം KSRTCയിൽ യാത്ര ചെയ്യുന്ന ശരാശരി സ്ത്രീകളുടെ എണ്ണം വേണം, അവർ യാത്ര ചെയ്യുന്ന ദൂരം വേണം, അവർ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് നിരക്ക് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പോഴും പ്രശ്നമുണ്ട്, സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ത്രീകളും പെൺകുട്ടികളുമാണ് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ. പുരുഷന്മാർ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരെ ഇത് ബാധിക്കും. കാരണം പിന്നെ KSRTCയിൽ പതിവുള്ള ഈ തിരക്കിന് പുറമെ ഇതിൻ്റെ തിരക്ക് ഡബിളാകും. ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളാരും വെച്ചേക്കും, നമ്മൾ അതിൻ്റെ പുറകെ പോവും. അപ്പം സ്വാഭാവികമായിട്ടും ഈ KSRTCയിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു നടപടി വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജെൻഡർ ബസ്സുകൾ, അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ബസ്സുകൾ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇതിനുള്ള വരുമാനം എവിടെ നിന്ന് കണ്ടെത്തും? ഇപ്പം ഇന്ന് ഡീസലിന് 3 രൂപ വില കൂടി, യാത്രാ ചെലവ് കൂടുകയാണ്, വണ്ടിയുടെ തേയ്മാനം, ഡ്രൈവറുടെ ശമ്പളം, ചെലവുകൾ, ഇതിന് എവിടുന്ന് പൈസ കണ്ടെത്തും? ഇവിടുന്ന് വരുമാനം എവിടുന്ന് കണ്ടെത്തും? ഒന്നാമത് KSRTC നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഈ സ്ത്രീകളെ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം 4 കോടി രൂപ പ്രതിദിന വരുമാനമുള്ള KSRTC ഒരു 2 കോടി രൂപ അങ്ങ് അപ്രത്യക്ഷമാവുക. മനസ്സിലായോ? 2 കോടി എന്നുള്ളത് നമ്മളൊരു കണക്കിന് വേണ്ടി പറഞ്ഞത്. 4 കോടി ഉള്ളതിൽ പകുതി അങ്ങ് മാറ്റി നോക്കും. അപ്പം 4 കോടി കിട്ടിയിട്ട് ഇവിടെ കടമാണ്. അതായത് ചെലവിനനുസരിച്ച് വരുമാനം കിട്ടിയില്ലെങ്കിൽ ആ പ്രസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെങ്ങനെ വരുമാനം കണ്ടെത്താം? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പോൾ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു, പെട്രോൾ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത് കയറുന്ന പുരുഷന്മാരോട് അധികം കൂലി മേടിക്കാൻ പറ്റും? ഇല്ല. അതും പറ്റത്തില്ല. അപ്പോൾ ഇതിന് ബദൽ മാർഗം കണ്ടെത്തണം. സ്ത്രീകളുടെ ബസ് യാത്രയ്ക്ക് ഉള്ള ചിലവ് ആര് വഹിക്കും എന്നുള്ളത് കണ്ടെത്തണം. മാത്രമല്ല ഇപ്പോൾ ഈ മഹിളാ മോർച്ച ഇത്തരം ഒരു പ്രതിഷേധം അവർ നടത്തുമ്പോൾ അവർ മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് മുൻ ഇലക്ഷന്റെ സമയത്ത് കെ സുരേന്ദ്രനായിരുന്നു എന്ന് പറഞ്ഞ 50 രൂപയ്ക്ക് ഇവിടെ പെട്രോൾ കിട്ടും. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. അതിന് വേറെ ഒന്നുകൂടി ഇവർ പറയുന്നുണ്ട്, 15 കോടി നിങ്ങളുടെ അക്കൗണ്ടിൽ, 15 ലക്ഷം. അതിൽ പിന്നെ അവർ പല വിശദീകരണം നൽകുന്നുണ്ട്. അതായത് അത് പറഞ്ഞത് മറ്റൊരു രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. അത് 15 ലക്ഷത്തിന്റെ കണക്കാണ്. പക്ഷേ ഈ പറഞ്ഞത് കറക്റ്റ് 50 രൂപയ്ക്ക് പെട്രോൾ. അത് മറുപടിയില്ല. കെ സുരേന്ദ്രനാണ് എടുത്തു പറഞ്ഞത്. അതിനുശേഷം പെട്രോൾ വില മുകളിലേക്ക് പോയതല്ലാതെ ഒരിക്കൽ പോലും ഈ പറഞ്ഞ 50ലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഈ ഇത്തരം ഒരു, അതായത് ഈ മന്ത്രിസഭ പോലും രൂപീകരിക്കാതെ സമരത്തിന് ഇറങ്ങുന്ന മഹിളാ മോർച്ചക്കാർ ഈ ഒരു കാര്യം, കെ സുരേന്ദ്രൻ അവരുടെ നേതാവ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം. അതുപോലെ ഈ 15 ലക്ഷത്തിന്റെ കണക്കില്ലേ, 15 ലക്ഷത്തിന്റെ കണക്കിനകത്ത് സത്യത്തിൽ അത് നടന്ന ഒരു കാര്യമേ അല്ല. പക്ഷേ 6000 രൂപ പ്രതിവർഷം എല്ലാ കർഷകർക്കും കിട്ടുന്ന ഒരു പദ്ധതി, പ്രധാനമന്ത്രി ജൻധൻ, പിന്നെ ഈ ഇതിന് കൊടുക്കുമല്ലോ, കർഷകർക്കായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ പേര് കിസാൻ സമ്മാൻ നിധി. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്കും കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ കൃഷി, നമ്മുടെ വീട്ടിൽ 2 കൂടി വാഴ നട്ടിട്ടുണ്ടെങ്കിലും 2 കൂടി കപ്പ നട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ പൈസ കൃത്യമായിട്ട് കിട്ടും. അത് ഒരു വർഷം 6000 രൂപയാണ് കിട്ടുന്നത്. 2000 രൂപ വെച്ച് 3 തവണയായിട്ട്, മൂന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് പ്രായോഗികമായ ഒരു കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളുടെ സൗജന്യം, അതിന് ബദൽ മാർഗം, അതായത് വരുമാന മാർഗം കണ്ടെത്തണം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പദ്ധതി തന്നെ ഒരു തീരെ ദീർഘവീക്ഷണം ഇല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി. അങ്ങനെ പ്രഖ്യാപിച്ചത് തന്നെയാണ് ഇപ്പോൾ വലിയൊരു വിനയായിട്ട് മാറിയിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് അത് പ്രഖ്യാപനം ഉടനെ നടപ്പാക്കാനുള്ളതല്ല. അത് നമ്മളിപ്പോൾ ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് നടപ്പാക്കാനുള്ളത്. ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പറയുന്ന എന്താ പറയുന്നത്, ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അതേപടി നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലേറ്റവും എനിക്ക് തോന്നുന്നു, ഇതിൽ ഈ മറ്റു വാഗ്ദാനങ്ങളെക്കാൾ ഉപരി ശ്രദ്ധിക്കപ്പെട്ടത് പെട്ടെന്നൊരു നമുക്ക് പെട്ടെന്ന് ലഭിക്കുമെന്ന് തോന്നുന്ന ഒരു പ്രതീതി നൽകിയത് ഈ 5 ഗ്യാരണ്ടികളിലൊന്ന് ഇതായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറയുമ്പോൾ അതൊരു അത്രയും നാളില്ലാതെ ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാറ്റം കൂടി ആകുമ്പോൾ അതിന് വലിയ സ്വീകാര്യത ലഭിക്കും. അപ്പോൾ അത്തരം ഒരു കാര്യമാണ് ഈ ഒരു സൗജന്യ, അതായത് ബാക്കി 4 ഗ്യാരണ്ടികൾ എന്താണെന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയണമെന്നില്ല. അപ്പോൾ ആ 4 എണ്ണത്തിനെ ഓർക്കാതെ ഇത് മാത്രമായി ഓർക്കാനുള്ളൊരു കാര്യം ഇത് തന്നെയാവാം. പെട്ടെന്ന് നമുക്ക് ശ്രദ്ധയിലേക്ക് വരും. ഇതിനകത്ത് വേറെ രസമുള്ള സൈബർ സഖാക്കളെല്ലാം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എവിടെ ഞങ്ങളുടെ സൗജന്യ യാത്ര, എവിടെ ഇതിനകത്ത് ഇവിടുന്ന് പോര് നടക്കുന്നുണ്ട്. പിണറായി സർക്കാർ പറഞ്ഞ എത്ര കാര്യങ്ങൾ പാലിച്ചു കൊടുത്തിട്ടുണ്ട്. 5 വർഷത്തേക്ക് വില വർദ്ധിക്കില്ല എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതെ, അവിടെ തൊട്ട് ഇവിടെ വരെ ഇന്ന് വരെ സകല അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ മുഴുവൻ പാളിയില്ലേ. എന്തെങ്കിലും ഇവിടെ നടന്ന കേന്ദ്രത്തിന്റെ ഫണ്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ നടന്നത്. പക്ഷെ അത് അവർ അംഗീകരിച്ചിരുന്നില്ല. അത് അംഗീകരിക്കുകയില്ല. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഇന്ന് നടന്ന ഈ സമരങ്ങളൊക്കെ ചുമ്മാ ഒരു പ്രഹസനമാണ്, വെറും പരിഹാസ്യമാണ്. കോമാളിത്തരം എന്നല്ല, അതിനെ പരിഹാസ്യം എന്ന് തന്നെ പറയേണ്ടി. അവര് എന്താണ് ഇതിന്റെ മറ്റു യാഥാർത്ഥ്യങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം വേണം പ്രതിഷേധിക്കണം. പക്ഷെ അത് എന്താണ്, അതിന്റെ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രതിഷേധിച്ചാൽ ജനവും അവരുടെ ആ ഒരു സമരത്തെ അംഗീകരിക്കും, പ്രതിഷേധത്തെ അംഗീകരിക്കും. ഇത് അതുപോലും ഇല്ലാതെ ഇതെന്താണ് മാധ്യമ ശ്രദ്ധ കിട്ടാൻ, അല്ലെങ്കിൽ അത് തന്നെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഇവരുടെ പ്രതിഷേധത്തിൽ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല.